ലോഞ്ചിലേക്ക് കടക്കുകയാണ്. ആൻഡ് നമ്മുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ക്ഷണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സിനിമയിലും ഇദ്ദേഹം ഒരു ഭാഗമാണ്. ഇപ്പോൾ റിലീസ് ആയിരിക്കുന്ന ഏത് ഫിലിം എടുത്ത് നോക്കിയാലും ഇദ്ദേഹം ഇല്ലാത്തൊരു ഫിലിം ഉണ്ടാവില്ല. ആൻഡ് മിസ്റ്റർ ശങ്കർ രാമകൃഷ്ണൻ, ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. ഓൾറൈറ്റ്, അപ്പം സാറിനാണ് ഇന്നത്തെ നമ്മളുടെ ജോ ആൻഡ് ദ ബോയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനുള്ള ആ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത്. സോ ഹിയർ ഹാപ്പൻസ് ദ ഒഫീഷ്യൽ ലോഞ്ച് ഓഫ് ട്രെയിലർ ലോഞ്ച് ഓഫ് ജോ ആൻഡ് ദ ബോയ്. കൊച്ചിക്ക് നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു ആകസ്മികവും അവിചാരിതവുമായിട്ടുള്ള കോളാണ്. ഇതൊരു എന്തെങ്കിലും പ്രൈസ് വിന്നിംഗ് ആയിട്ടുള്ളൊരു ലോട്ടറി അനൗൺസ് ചെയ്യുന്ന പോലെയാണ് ഇതൊരു ട്രെയിലർ ലോഞ്ചിൻ്റെ കാര്യം. ഞാനിവിടെ വരാൻ കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജോബി ജോർജ്, അദ്ദേഹം കഴിഞ്ഞ മാസം നമ്മൾ ഷൂട്ട് ചെയ്തൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ ഇന്നിവിടെ വന്നിരിക്കുന്ന ഏറ്റവും നമ്മളെല്ലാം കാത്തിരുന്ന പക്ഷേ നമുക്ക് ലീഡ് ചെയ്യുന്നൊരു സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ലണ്ടനിൽ നിൽക്കുകയും ഈ സിനിമയെക്കുറിച്ച് അദ്ദേഹം വാചാലനായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ് രാജൻ. കാരണം ഒരു സംവിധായകന് ലഭിക്കാവുന്ന ഏറ്റവും പ്രഥമമായ പുരസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിന്റെ റാറ്റിഫിക്കേഷനാണ്. ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളതിലുപരി അതിന്റെ വിജയത്തിനെല്ലാം ഉപരി ഒരു പ്രൊഡ്യൂസർ അതിന്റെ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് സന്തുഷ്ടനാകുന്നു, ഈ സിനിമയെക്കുറിച്ച് ഒരു വ്യാകുലതകളും ഇല്ലാതെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, ചലച്ചിത്ര പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ട്രെയിലർ ലോഞ്ച് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഒരു ടെക്നിക്കാലിറ്റി എന്നുള്ളത് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ആ ട്രെയിലർ നിങ്ങൾ കാണാനിരിക്കുന്നതിനിടയ്ക്ക് വാചകങ്ങൾക്ക് പ്രസക്തിയില്ല. ഓൾറൈറ്റ്, അപ്പം ഒഫീഷ്യലി ട്രെയിലർ ലോഞ്ച് ചെയ്യാനെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോഞ്ച് ചെയ്യാം നമ്മുടെ ട്രെയിലർ, ജോ ആൻഡ് ദ ബോയുടെ ഫസ്റ്റ് ട്രെയിലർ. ഈ മഹാസദസ്സിനെ സാക്ഷി നിർത്തി ട്രെയിലർ ഇതാ ലോഞ്ച് ചെയ്യപ്പെടുന്നു. ഒരു വലിയ കൈഡി ആവാം ഫോർ ദ ഫസ്റ്റ് ട്രെയിലർ ഓഫ് ജോ ആൻഡ് ദ ബോയ്. ഒരിക്കൽ കൂടി ഞാൻ ഈ ട്രെയിലറിന്റെ വിശേഷം എങ്ങനെയുണ്ട്, ഈ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് കൂടി രണ്ട് വാക്ക് പറയുമോ? ബിക്കോസ് ഞാൻ ആകെ എക്സൈറ്റഡ് ആണ്. പലരും പരിചയമുള്ളവരാണ്, പക്ഷേ ഒരു ഓർമ്മ ഇവിടെ പങ്കുവയ്ക്കുന്നു. 2014 ഏറ്റവും പരീക്ഷണാത്മകവും സാഹസികവുമായ ഒരു ചിത്രമായിരുന്നു മങ്കീപ്പൻ. അപ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ, സംവിധായകൻ എന്നുള്ള ഈ ചെറുപ്പക്കാരൻ ഞാൻ പരിചയപ്പെടുന്നത് തൈക്കൂടം ബ്രിഡ്ജിന് താഴെ വെച്ചാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഒരു ചെറിയ കടയിലേക്ക് പോകാറുണ്ട്. രണ്ട് ചെറുപ്പക്കാർ അവിടെ കാത്തിരുന്നു. അതിലൊരാൾ ഇയാളായിരുന്നു, മറ്റേ ഷാനിലായിരുന്നു. ഇദ്ദേഹം അന്ന് തന്നെ ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ചും ഇങ്ങനെ ഒരു സിനിമയുടെ ആലോചനയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അതിലും സാഹസികമായ ഒരു ഉദ്യമവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മലയാള സിനിമയുടെ ഏറ്റവും മനോഹരമായ ഒരു ദശയിലേക്ക് വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സംവിധായകൻ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതായിരിക്കും. കുറെയൊക്കെ പ്രിപ്പയർ വെച്ചിരുന്നു, പക്ഷെ ഞാൻ പൂരത്തിന്റെ അവസ്ഥയായി പോയി. എനിക്ക് സിനിമയെ കുറിച്ച് പറയാനുള്ളത് ഇനി ഒരു 6 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം. എന്താ പറയാ, ഇപ്പം ശങ്കരേട്ടൻ പറഞ്ഞതുപോലെ മങ്കീപ്പൻ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാം എന്ന അടുത്ത ആലോചനയിൽ നിന്നാണ് മങ്കീപ്പൻ ചെയ്തപ്പോൾ ഉണ്ടായ, ആ സിനിമ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് കാര്യം എന്നുള്ള രീതിയിൽ പറയാണ്, മങ്കീപ്പൻ ഒരു 3 വർഷം എടുത്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു. അപ്പം ഈ 3 വർഷവും റയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മനസ്സിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതിന് പകരം ഇത് ആരായിരിക്കും അത് ചെയ്യുക എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആ സമയത്താണ് 3 വർഷം കഴിഞ്ഞ് സിനിമയായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് സൈമൂപ്പ് എന്ന് പറയുന്ന ഒരു കുട്ടി പരിചയപ്പെടുകയും, സനുഷയുടെ ബ്രദർ, അവൻ റയാൻ ഫിലിപ്പായി മാറുന്ന ഒരു കാഴ്ച ഏറ്റവും കൂടുതൽ ഞാനും ഷാനിലും രാഹുലുമാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ക്രിയേറ്റേഴ്സ് എന്ന നിലയിൽ
സ്വന്തം ക്യാരക്ടർ മറ്റൊരാൾ ചെയ്യുന്നു എന്നുള്ള അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ ഇമോഷൻ, ആ ഫീലിങ്സ് എങ്ങനെ ഒരു സിനിമ ആക്കാമെന്ന് ചിന്തിച്ചിട്ടാണ് ഒരു ആനിമേറ്ററും ഏറ്റവും കൂടുതൽ ഒരു ക്യാരക്ടർ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ആനിമേറ്ററാണ്. കാരണം ആനിമേറ്റർ ഒരു ക്യാരക്ടറുടെ എക്സ്പ്രഷൻ, അയാളുടെ ഇമോഷൻ എങ്ങനെ ഇരിക്കുമെന്ന് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നതും നമ്മളെല്ലാവരും നമുക്ക് എല്ലാ ഇഷ്ടത്തോടെ കാണുന്നതാണ്. നമ്മളെപ്പോഴും ടോം ആൻഡ് ജെറിയും ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നതാണ്. കാരണം എലിയെ കാണുമ്പോൾ നമുക്ക് എന്ന് പറയും, പക്ഷെ ജെറിയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂട്ടായിരിക്കും. ബൈ, അതാണ് ഒരു അനിമേറ്ററിന്റെ കഴിവ് എന്ന് പറയുന്നത്. ആ ഒരു ഇമോഷൻ എങ്ങനെ സ്ക്രീനിൽ കൊണ്ടുവരാം, അതാണ് ഈ സിനിമയിൽ കൂടെ പരീക്ഷിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കണ്ടതിന് ശേഷം മങ്കിപ്പൻ വിജയിപ്പിച്ച പോലെ ഒരു നല്ലൊരു വിജയമാക്കി മാറ്റണമെന്നാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മമ്മൂക്കയ്ക്ക് പ്രത്യേകം ബഹുമാനം നിറഞ്ഞ നമസ്കാരം. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് ഏറ്റവും ഹൃദയത്തിൽ തട്ടി എഴുതിയതാണ്. ഇത് ഈ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് മൊത്തം എന്നെ സംബന്ധിച്ച് ഏറ്റവും ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു. ഹോൾ ടീം, റോജനാണെങ്കിലും പിന്നെ കുറേ പേരെ ഞങ്ങളിവിടെ മിസ് ചെയ്യാണ്. നീൽ, ഇതിന്റെ DOP ഇവിടെ ഇല്ല, എഡിറ്റർ രാഹുൽ, ഒരുപാട് പേരെടുത്ത് പറഞ്ഞ് സമയം കളയണില്ല. എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതില് ഞങ്ങൾ ഉണ്ണി എന്ന് വിളിക്കുന്ന സനൂപിന്റെ പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെ നിന്നതിപ്പിലൊക്കെ സത്യമായിട്ടും കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാനതൊക്കെ റോജിയോട് ചോദിച്ചു, ഇത് എന്ന് കാണുന്നു ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. അപ്പൊ റോജി പറഞ്ഞ മങ്കിപ്പനിന്റെ സമയത്ത് തന്നെ അപ്പോഴാണ് ഞാൻ ഭയങ്കര അത്ഭുതത്തോട് മനസ്സിലാക്കിയത് മങ്കിപ്പൻ ഉണ്ണിയുടെ ആദ്യത്തെ സിനിമയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഏറ്റവും നമ്മൾ ഓരോ ഫ്രെയിമിലും പേടിച്ച് ഉണ്ണിയൊക്കെ കാണിക്കാൻ പോണേന്ന് ആ ഒരു നമ്മളും അതേപോലെ മോശമാവാതെ ചെയ്യാനുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇത്രയും സ്വീറ്റ് ആയിട്ട് ഞാൻ ഈ ചിരി കണ്ടാൽ തന്നെ എല്ലാ ടെൻഷനും സങ്കടവും ഒക്കെ മാഞ്ഞു പോകും. സനൂഷയുടെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഫാമിലി ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുപാട് സന്തോഷത്തോടെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. എന്നെ സംബന്ധിച്ച് കാരണം കുറച്ച് സിനിമകൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് എവിടെ കാണുമ്പോഴും ഒരുപാട് കേൾക്കുന്ന കാര്യങ്ങൾ പണ്ടത്തെ പോലത്തെ ക്യാരക്ടേഴ്സാണ് ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഏറ്റവും സ്നേഹത്തോടെ അവർ മനസ്സിലേക്ക് സ്വീകരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ജോ. ഒരു ആനിമേറ്ററാണ് ഈ പറഞ്ഞ പോലെ. ആനിമേറ്ററുടെ ക്യാരക്ടറും ഒക്കെ അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഇതുവരെ ചെയ്യാത്ത പല സാഹസങ്ങളും ഇതിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതില് ഇപ്പൊ ഇവിടെ പറയാൻ പറ്റിയൊരു സാഹസം ഞാൻ ഇതിൽ പാടിയ പാട്ടാണ്. അപ്പൊ ഇതില് എല്ലാ പാട്ടുകളും ഒരേപോലെ ഭയങ്കര മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. രാഹുലാണ് എന്നെ ഇതിലേക്ക് പ്രലോഭിപ്പിച്ച് പാട്ട് പാടാൻ സമ്മതിച്ചത്. പക്ഷെ ആ പ്രലോഭനം എന്താണെങ്കിലും ഏറ്റിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതിന് ശേഷി പാടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. Enjoy what you do. ഒരായിരം കിനാവുമായി പറന്നു വെന്തുടു. Enjoy what you do. ഒരായിരം കിനാവുമായി പറന്നു വെന്തുടു. If you can dream, you can do it too. What is it all you do? Always be cool, mind is the tool. No wonder we will do. ഇതാണോ പാടാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ മിസ് ചെയ്തല്ലേ അല്ലേ? അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. എൻ്റെ പപ്പ മമ്മൂക്ക, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ജോപ്പി അങ്കിൾ, താങ്ക് യു സോ മച്ച്. പിന്നെ ആൻറ്റോ അങ്കിൾ, താങ്ക് യു സോ മച്ച്. ഇത് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും താങ്ക്സ് മാത്രമേ ഉള്ളൂ. ഫിലിം എങ്ങനെയുണ്ടെന്ന് പറയൂ. എങ്ങനെയുണ്ട് ഫിലിം? പിന്നെ ചേച്ചി മഞ്ചേച്ചിനെ കുറിച്ച് അത് കളയും. താങ്ക് യു സോ മച്ച്. മഞ്ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു, നല്ല രസമായിരുന്നു വർക്കിന്. പിന്നെ റോയിൻ ചേട്ടൻ മങ്കിപ്പൻ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോടെ തന്നെ ആയിരുന്നു. രാഹുലേട്ടനും റോയിൻ ചേട്ടനും പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ചാൾസ്, പിന്നെ അരുൺ ചേട്ടൻ, പിന്നെ എല്ലാവരും
എന്ത് പറയണം എന്നറിയത്തില്ല, ആകെ പാടെ ഒരു ടെൻഷനായി പോയി. കൂടിയതാ ഇപ്പോഴും അവരുടെ കൂടെ തന്നെ. ഇപ്പോഴും അവരോട് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മളുടെ ഈ ഒരു CD ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ അഡ്വക്കേറ്റ് CC തോമസ്, സീനിയർ അഡ്വക്കേറ്റ് ഹൈക്കോടതി, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനും ഒരു വലിയ ഐഡിയ ആവാം. ആൻഡ് അതേപോലെ തന്നെ ഈ ഫിലിമിന്റെ നിങ്ങൾ എല്ലാവരും കൂടെ ഇല്ലെങ്കിൽ ഇതൊരു വിജയമാവോ? അപ്പോൾ എവ്രിവൺ ജോയിൻ us on the stage. മഞ്ജു ചേച്ചി, സനൂപ്, റോജിൻ, അതുപോലെ തന്നെ നമ്മളുടെ മ്യൂസിക് ഡയറക്ടർ Pearly, everyone come. Remy ചേച്ചി, സനുഷ, ഷാൻ ചേട്ടൻ, everyone please join us on stage. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ പ്ലീസ് come on. മമ്മൂക്ക, അഡ്വക്കേറ്റ് CC തോമസിന് ഇത് നൽകിക്കൊണ്ടായിരിക്കും ഇതിന്റെ ഒഫീഷ്യൽ CD ലോഞ്ച് ഇവിടെ നടക്കുന്നത്. മമ്മൂക്ക ആയിരിക്കും അഡ്വക്കേറ്റ് CC തോമസിന് വേണ്ടിയിട്ട് ഇത് കൈമാറുന്നത്. നമുക്കൊരു വലിയ ഐഡിയ ആവാം. Here happens the official CD launch of Joe and the Boy. വളരെ മനോഹരമായ ട്രെയിലർ, നല്ല ആക്ടേഴ്സ്, നല്ല സിനിമറ്റോഗ്രാഫി, മൊത്തത്തിൽ ഭംഗിയാണ്. ഒരു സാന്റാക്ലോസിന്റെ രൂപത്തിലാണ് ഈ സിനിമ വരുന്നത്. ഒരുപാട് സൗഭാഗ്യങ്ങളും ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് എല്ലാവർക്കും ഇതൊരു ആഘോഷമാവട്ടെ. കൂടി ഇന്ന് ടെൻഷൻ അടിച്ചു. Continuous actor and intense. മഞ്ജു ആകുമ്പോൾ അവന് പിടിച്ചതിന് വളരെ സന്തോഷമുണ്ട്. നല്ല ടീമാവട്ടെ, നല്ല സിനിമയാവട്ടെ. പാട്ട് കേട്ടിട്ടേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പാട്ട് കേൾപ്പിക്കാതെ ഈ ഓഡിയോ റിലീസാക്കിയിരിക്കുകയാണ്. അത് പാട്ട് കേൾക്കുക, അവിടെ നന്നാവുന്ന വിചാരിക്കുന്നു. രാഹുലിൻ്റെ അവിടെ നന്നാവട്ടെ. സന്തോഷം എല്ലാവർക്കും. ഞാൻ സിനിമയുമായുള്ള ഏകബന്ധം സിനിമ കാണുക, ആസ്വദിക്കുക, പിന്നെ പാട്ട് എൻജോയ് ചെയ്യുക. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. മറ്റപ്പോഴത്തേല പല പരിപാടികളൊക്കെ പാടാറുള്ളൂ. പിന്നെ പ്രൊഡ്യൂസർ ഞാനുമായുള്ള ബന്ധം അതായത് കക്ഷിയാണ്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ പേര് ലിഖിത പ്രൊഡ്യൂസറായിട്ട് ഇത് ഏക സിനിമ രാജമാണിക്യമാണ്. അതിൻ്റെ പ്രൊഡ്യൂസറും എൻ്റെ കക്ഷിയായിരുന്നു. മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു ഭയങ്കര ഒരു പടമാണ് പറയേണ്ട കാര്യം. പൊൻവയിൽ വീഴവേ എന്ന സോങ് ആണ്. ആൻഡ് ഇത് ആലപിച്ചിരിക്കുന്നത് ഹരിചരൺ സാറാണ്. അതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മ സാറാണ്. ആൻഡ് ഓഫ് കോഴ്സ് മ്യൂസിക് ഡയറക്ഷൻ ബൈ നമ്മുടെ സ്വന്തം രാഹുൽ സുബ്രഹ്മണ്യൻ ആണ്. ഓൾറൈറ്റ്, അപ്പം എന്താണെങ്കിലും ഈ സോങ് നമുക്ക് കേൾക്കുന്നതിന് മുൻപ് നമ്മുടെ ഡയറക്ടർ 2 വാക്ക് സംസാരിക്കുന്നതാണ്. എന്താണെങ്കിലും പ്ലീസ്. ശീലമില്ല, എന്നാലും ഈ പാട്ട് വീട്ടിലായി ഇവിടെ നിൽക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം മങ്കി പെൻ എന്ന സിനിമയ്ക്കാണ് ഇതിനു മുമ്പ് ഞാൻ നിന്നത്. അതുപോലെ തന്നെ ആ പാട്ടുകൾ എല്ലാവരും സ്വീകരിച്ചതിന് എല്ലാവരോടും നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ പാട്ട് നിങ്ങൾ ആദ്യം ഒരു പാട്ടാണ് കേട്ടിട്ടുള്ളൂ. ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മഞ്ജേച്ചി പാടിയതൊരു സാഹസമല്ല, വളരെ സ്പോണ്ടേനിയസ് ആണ് ചേച്ചി പാടിയത്. കാരണം അതിൻ്റെ അനുപല്ലവി പോർഷൻ കേട്ടവർക്കറിയാം, അത് ഭയങ്കര ആ സമയത്ത് ഉണ്ടാക്കിയ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി അത് ഉടനെ തന്നെ ഗ്രാസ്പ് ചെയ്തെടുത്ത് പാടുകയായിരുന്നു. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കി. കാരണം സ്റ്റുഡിയോയുടെ പൈസ പോയില്ല. അത് വളരെ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. രാഹുൽ ഇവിടെ എത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, ചേട്ടാ ഞാൻ എന്താ പറയേണ്ടത് സ്റ്റേജിൽ കയറി. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ്, അതൊന്നും അവൻ പറഞ്ഞില്ല. അപ്പം രാഹുലിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുകയാണ്. ഒരു മ്യൂസിക് ഡയറക്ടറുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ദിവസമാണ് അദ്ദേഹം മ്യൂസിക് ചെയ്ത പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച്. അപ്പം അത്
ഇന്നാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ 5 പാട്ടുകളാണുള്ളത്. ഒരു പാട്ട് ഞാനിപ്പോൾ കേട്ടു, അതിലെന്തോ ഒരു ഓഡിയോ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ പാട്ടുകളൊക്കെ ഞാൻ നേരത്തെ തന്നെ കേട്ടാണ്. അമേസിങ് പാട്ടുകളാണ് എല്ലാം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യം രാഹുലിനെ കാണുന്നത് ഒരു ഡെമോ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് രാഹുലിനെ ചേച്ചി കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനെ അങ്ങനെ ഒരു ഡെമോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരിങ്ങനെ രണ്ടാമത്തെ പടത്തിന്റെ ഒരു മ്യൂസിക് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സോ രാഹുൽ, ഓൾ ദ ബെസ്റ്റ്. ചേച്ചി പിന്നെ പാട്ടുകാരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് വേണ്ടി ഒരു പാടിയിട്ട് 2 പാട്ടുകളൊക്കെ പാടിയിട്ട് ഇനിയും പാടുന്നുണ്ട്. സോ എനിവേസ്, ഓൾ ദ ബെസ്റ്റ് ടു ദ ഹോൾ ക്രൂ ഓഫ് ജോൺ ദ ബോയ്. താങ്ക് യു. I'm so happy, Philips and the Monkey Pen, for Joe and the Boy. Rojan, good job, ഒന്നും പറയാനില്ല. പിന്നെ മഞ്ജു ചേച്ചി, സനു, ഇവരുടെ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു സർപ്രൈസ് അതിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ചിത്രമായിരിക്കും ജോ ആൻഡ് ദ ബോയ് എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നുണ്ടെന്ന് അറിയാം. ആൻഡ് എല്ലാവരെയും റിയൽ ഹാപ്പിനെസ് കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് പിള്ളേർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, അത് മതി. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടീം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. സോ എന്താണെങ്കിലും നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഈ സോങ് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചിയെ പോലെ തന്നെ കുട്ടികൾ എവിടെയുണ്ടോ അവിടെ ഈ വ്യക്തിയെ നമുക്ക് കാണാം. ഈ വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മാത്രമല്ല എനിക്ക് അവനെ കുറിച്ച് അഭിമാനം തോന്നുന്ന നിമിഷം. അവൻ എൻ്റെ ലക്കി ചാമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഹോൾ ടീമിനുള്ള പോലെ തന്നെ ഒരുപാട് ടെൻഷൻ എനിക്കും ഉണ്ട്. ഇത് ഞങ്ങളുടെ മൂവിയാണ്, നമ്മുടെ മൂവിയാണ്. ആൻഡ് ഇതിന് ഇത്രയും കാലം നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ട്, ആ ഒരു പ്രോത്സാഹനം ഇനിയും എന്തായാലും ഉണ്ടാവണം. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇത് ഫുൾ ഹാപ്പിനെസ് ആണ് ഈ മൂവി. നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ ഒരുപാട് ചിരിക്കാനും സന്തോഷിക്കാനും ഉള്ള ഒരുപാട് നിമിഷങ്ങൾ ഈ മൂവിയിലുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. I wish the entire cast, crew, Joe and the Boy, much better success than their first venture. Thank you so much. അപ്പൊ മഞ്ജു ചേച്ചി ഇത്ര ക്യൂട്ടായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്ത പടത്തില് എനിക്കൊരു നല്ല പാട്ട് പാടാൻ പറ്റി. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ മഞ്ജു ചേച്ചിയുടെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടി സ്റ്റാർ കൂടി ഇരിക്കുന്നുണ്ട്, സനു. ഞാൻ ട്രെയിലറും സോങ്സ് ഒക്കെ കണ്ടു, രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറയാണ്, ഈ പാട്ട് പാടാൻ എനിക്ക് അവസരം കിട്ടിയത് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്നെ വിളിച്ചത് കൊണ്ടാണ്, രാഹുൽ സുബ്രഹ്മണ്യൻ. രാഹുലിന് വലിയ താങ്ക് യു. ഞാൻ ഫോൺ വിളിച്ചും ഫേസ്ബുക്കിലൊക്കെ കുറെ താങ്ക് യു പറഞ്ഞു. എന്നാലും ഇപ്പൊ ഒന്നുകൂടെ താങ്ക് യു പറയാണ്. മങ്കിപ്പന് ശേഷം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ റോജിൻ, രാഹുൽ, ഞങ്ങളുടെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ പേര് പറയുന്നില്ല. ഒരുപാട് കാത്തിരുന്ന് 2 വർഷത്തിലധികം കാത്തിരുന്ന് ചെയ്തൊരു മൂവിയാണ്. അപ്പം ഇതിന്റെ ഓരോ സ്റ്റേജിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെ റോജിന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വായിക്കുമ്പോൾ ഈ ഉള്ള 5 പാട്ടുകളിൽ ഈ ഞാൻ പാടിയത് ഒരു ക്ലൈമാക്സ് ആണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ ചോദിച്ച് മേടിച്ച പാട്ടാണ്. അപ്പം രാഹുലിന് താങ്ക് യു, റോജിന് താങ്ക് യു, ജോബി ചേട്ടൻ പ്രൊഡ്യൂസർ താങ്ക് യു. പിന്നെ ഇതിന്റെ വിഷ്വൽ ഞാൻ കണ്ടിട്ടില്ല, കാരണം കാണിച്ചു തന്നില്ല. അത് പടം കണ്ടിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് മഞ്ജേഷി സനൂപും കൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയാം. അതിന് താങ്ക് യു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിന്റെ ഷൂട്ടിന്റെ ഒരു 15 ദിവസം ഞാൻ കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരുപാട് ചളികൾ മഞ്ജേഷി കൂടിയിരുന്ന് ചളി പറഞ്ഞ് നടന്നൊരു സമയം മഞ്ജേഷി നിങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര പോസിറ്റീവ് വൈബ്സ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ടു ഹോൾ ക്രൂ. ആരാണോ മറന്നോ പാടും തീരം ഇതാ